ആദി ഭൈരവ അമ്മനവർ ക്ഷേത്രം മഹാദേവനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ ശക്തി നമ്മൾ ഈ മലബാറിലൂടെ ഈ തെയ്യം നടക്കുന്ന 6 മാസ കാലയളവ് സഞ്ചരിക്കുമ്പോഴും നമ്മുടെ ദേശീയപാതകളിലും മറ്റു പ്രധാന റോഡുകളിലെല്ലാം മിക്കപ്പോഴും കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ദീപവും തിരിയും എഴുന്നള്ളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു തറവാട് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ കളിയാട്ടം നടക്കുമ്പോൾ അവിടേക്കുള്ള ദീപവും തിരിയും അല്ലെങ്കിൽ ആ ദേശത്തെ പ്രധാന മൂർത്തി വാഴുന്ന ക്ഷേത്രം ഏതാണ്. ഇപ്പോൾ കാസർഗോഡിൻ്റെ ദേശദേവൻ എന്ന് പറയുന്നത് തൃക്കണ്ണാടപ്പനാണ്. അപ്പോൾ മിക്ക പ്രദേശങ്ങളിലും കളിയാട്ടം നടക്കുമ്പോൾ തൃക്കണ്ണാടപ്പൻ്റെ സന്നിധിയിൽ നിന്നുമാണ് ദീപവും തിരിയും കൊണ്ടുപോകുന്നത്. അതുപോലെ ഇന്നിപ്പോൾ ഞാൻ യാത്രയിൽ കണ്ട ചെറിയൊരു കാഴ്ച ആദി ഭൈരവ അമ്മനവർ ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന കളിയാട്ടത്തിൻ്റെ ഭാഗമായി അപ്പോൾ അതിനടുത്തുള്ള പ്രദേശത്തെ വാരിക്കാട് ഇല്ലത്ത് നിന്നും ദീപവും തിരിയും കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ്. ഇത് മലബാറിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം കാണുന്ന ആചാര പെരുമയേറിയൊരു കാഴ്ചയാണ്. ഈ ദീപവും തിരിയും ആ ഇല്ലത്ത് നിന്ന് ഏറ്റുവാങ്ങി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുമ്പോൾ ആ ആചാര്യൻ, പ്രധാന ആചാര്യൻ വഴി നീളെയുള്ള ആ ഭക്തരെ, തൊഴുതു നിൽക്കുന്ന ഭക്തരെ മുഴുവൻ അനുഗ്രഹിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവവും തിരികെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ദേശവാസികൾ മുഴുവൻ, ഏത് പ്രദേശത്തു കൂടിയാണോ കടന്നു പോകുന്നത് ആ ദേശവാസികൾ മുഴുവൻ അതിൻ്റെ ഒരു ഭാഗമായി അതിനെ വരവേറ്റ്, അതായത് ആ എഴുന്നള്ളിപ്പിനെ വരവേറ്റാണ് ആ ക്ഷേത്രസന്നിധിയിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നുള്ളതും ഒരു വിശിഷ്ടമായ കാഴ്ചയാണ്. ആചാര പെരുമയേറിയ കാസർഗോഡിൻ്റെ കാഴ്ചകൾ ഇനിയും ഏറെയുണ്ട് പറയാൻ.